സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെ സാമ്പത്തിക മേഖലയിൽ ഈ ഒരു ഏറ്റുമുട്ടൽ മാറ്റം വരുത്തും? സാമ്പത്തിക മേഖലയിൽ പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ ഇത് വലിയ തോതിലുള്ള ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കാൻ എല്ലാ സാധ്യതകളും നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോ അഡാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ എല്ലാം വിലയിടിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായിട്ടുള്ളൊരു മെസ്സേജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ, ലോകത്തെ 3ാമത്തെ അതിസമ്പന്നനായ വ്യക്തിയുടെ കീഴിലുള്ള കമ്പനികളിൽ ഇത്തരത്തിലുള്ളൊരു രീതിയിലുള്ള ഫ്രോഡ് രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കമ്പനിയെ മാത്രമല്ല, അത് ഇന്ത്യൻ മാർക്കറ്റിനെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. കാരണം മറ്റ് കമ്പനികളിൽ ഒരുപക്ഷെ നേരത്തെ ഇതുപോലെ തന്നെ IT മേഖലയിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്തു, അവരുടെ അക്കൗണ്ട്സും ഒക്കെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ച് ലാഭം പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ള ഒരു സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 1990 ശേഷം എടുക്കുകയാണെങ്കിൽ നിരവധി സ്കാമുകളിലൂടെ കടന്ന്, ഹർഷത് മേത്ത മുതൽ കേതൻ പരേഖ് അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന നിരവധിയായ സ്കാമുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർബലമായൊരു സാഹചര്യം അല്ലെങ്കിൽ മോശമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവം തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഏതായാലും അഡാനി ഗ്രൂപ്പിന്റെ എല്ലാ കമ്പനികളുടെയും ഓഹരികളെ അത് പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. മറ്റൊരു ജോർജ് ജോസഫ്, 88 ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഹിൻഡൻബർഗ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ അദാനി ഗ്രൂപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് തീർച്ചയായും വലിയ റിസർച്ചിന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടായിരിക്കും എന്ന് തന്നെ ഉറപ്പിക്കാമോ? അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 വർഷത്തെ റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. മാത്രവുമല്ല, അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം 2 പ്രാവശ്യം വന്നു. ആ പ്രതികരണം എല്ലാം വന്നപ്പോഴും ഹിൻഡൻബർഗ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വാദങ്ങളിൽ, ഞങ്ങളുടെ ആക്ഷേപങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏത് തരത്തിലുള്ള നിയമ നടപടികളെയും എന്ത് രീതിയിലുള്ള നടപടികളെയും ഞങ്ങൾ നേരിടാൻ തയ്യാറാണെന്ന് അവർ അപ്പോൾ തന്നെ മറുപടി കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സംശയകരമായ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിനെ ഒരു ഇരുട്ടിൽ നിർത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അദാനി ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ നിയമപരമായി നേരിടും എന്ന് പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് 88 ചോദ്യങ്ങൾ അക്കമിട്ട് അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ എക്സ്പ്ലനേഷൻ പത്രക്കാർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇന്ന മുഴുവൻ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഉത്തരവില്ലായിരിക്കും, പക്ഷെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം മുമ്പ് സ്കാമിൽ ഞാൻ നേരത്തെ പറഞ്ഞ കേതൻ പരേഖിന്റെ സ്കാമിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അതിലെ പ്രമുഖ ഉദ്യോഗസ്ഥൻ കേതൻ പരേഖിന്റെ കീഴിൽ വലിയ പൊസിഷനിൽ ഇരുന്നിരുന്ന ഒരു വ്യക്തിയാണ് അദാനി ഗ്രൂപ്പിന് വേണ്ടി ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെയും കാര്യത്തിൽ പല ഇതിലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിരിക്കുന്ന ഫേമിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതൊക്കെ കൃത്യമായിട്ട് അടുത്ത മറുപടി കൊടുക്കുമ്പോൾ പ്രസ് റിലീസിലൂടെ കൊടുക്കാമല്ലോ. ഞങ്ങൾക്ക് ഇന്നൊരാളായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങളുടെ ജീവനക്കാരനല്ല, അല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ കഴിയും. 2, ഞങ്ങളുടെ ഓഡിറ്റ് ഫേം ഇന്നതാണ്, ഓഡിറ്റ് ഫേമിന് ഇത്രേ കാലത്തെ പാരമ്പര്യമുണ്ട്, ഇന്ന കമ്പനികളുടെ വൻകിട കമ്പനികളിലേക്ക് ഓഡിറ്റ് ചെയ്യുന്ന വളരെ വിഖ്യാതമായൊരു ഫേമാണ് എന്നെല്ലാം പറയാ. അത്തരം ചില ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കാൻ കഴിയേണ്ടതാണ്. പക്ഷെ അതുപോലും അദാനിക്ക് കഴിയുന്നില്ല. അതിനു പകരം നിയമപരമായി ഞങ്ങൾ നേരിടും, അതെല്ലാ ചോദ്യങ്ങൾക്കും ഏത് രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്, ഞാൻ അതിനെ നിയമപരമായി നേരിടും എന്ന് പറയാം. അത്തരത്തിലൊരു 2-3 പാരഗ്രാഫിലുള്ള മറുപടി അല്ലാതെ അദാനി ഗ്രൂപ്പിന് ഓഹരി നിക്ഷേപകരുടെയോ സ്റ്റോക്ക് മാർക്കറ്റിലെ മറ്റു ബന്ധപ്പെട്ടവരുടെ മൊത്തത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒന്നും വിശ്വാസം വീണ്ടെടുക്കുന്ന തരത്തിലുള്ള മറുപടി. ശ്രീ ജോർജ് ജോസഫ്, 90,000 കോടി രൂപയുടെ ഇടിവാണ് ഒറ്റ ദിവസം കൊണ്ട് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഇടിവിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന് പെട്ടെന്ന് കരകയറുക സാധ്യമാണോ? ഈ നിയമ നടപടികൾ ഇനി തുടർന്ന് പോകാനിരിക്കുന്നതേ ഉള്ളൂ. അല്ല, അത് വളരെ ഒരു വിഷമകരമായ ഒരു സാഹചര്യം ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, അദാനി ഗ്രൂപ്പിന്റെ കമ്പനികളിലുണ്ടായ വളർച്ച, അതായത് 1990-കൾ 80-കളുടെ അവസാനത്തിൽ ഒരു ഫ്ലീറ്റ് ഓപ്പറേറ്ററായിട്ട് 4-5 ലോറികളുമായി ചരക്ക് നീക്കുന്ന ഒരു ഓപ്പറേറ്ററായിട്ട് രംഗത്ത് വരുന്ന ഒരു വ്യക്തിയാണ്. അതിനു മുമ്പ് അദ്ദേഹം ബോംബെയിലെ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമിൽ അതുപോലുള്ള കമ്പനികളിലൊക്കെ ജീവനക്കാരനായിരുന്നു.
അവിടെ നിന്ന് അദ്ദേഹം മാറി ഈ ചെറിയ ബിസിനസ് തുടങ്ങുകയും മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള അഭൂതപൂർവമായൊരു വളർച്ച എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹം തന്നെ വളരെ സംശയദൃഷ്ടിയോടുകൂടിയാണ് പലപ്പോഴും നോക്കിയിരുന്നത്. അതിൽ നമുക്ക് അതുപോലെ തന്നെ ഈ ആക്ഷേപങ്ങളിൽ നിരവധി ഷെൽ കമ്പനികളെ കുറിച്ച് പറയുന്നുണ്ട്. മൗറീഷ്യസ്, UAE, അതുപോലെ തന്നെ കരീബിയൻ ഐലൻഡ്സ് പോലെയുള്ള സേഫ് ഹെവൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി അടിവരയിട്ട് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു നിക്ഷേപം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ അവിടെ നിന്നും ആ പണം വെളുപ്പിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന കഥകൾ അക്കമിട്ട്, അത് ഒരുപക്ഷെ ആ റിപ്പോർട്ട് വായിക്കാൻ ഒരു വലിയ ലോങ് റിപ്പോർട്ടാണ്, നമുക്ക് വായിക്കാൻ തന്നെ വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഷെൽ കമ്പനികളുടെ കാര്യത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധിയായ ഷെൽ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ബാങ്കുകളിൽ നിന്നും ഇതിനകത്ത് രസകരമായ കാര്യം, ബാങ്കുകളിൽ ഈ ഓഹരികളെല്ലാം ഈടിന്മേലാണ് വലിയ തോതിൽ വായ്പ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വായ്പകളിലൊക്കെ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ആ അസറ്റിന്റെ, അതായത് ഓഹരികളുടെ 90,000 കോടി രൂപയുടെ ഇടിവ് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിബിലിറ്റി, അതിന്റെ ശക്തി താഴോട്ട് പോയി. അപ്പൊ എത്രമാത്രം ബാങ്കുകൾക്ക് അത് പ്രതികൂല ഒരു സാഹചര്യം സൃഷ്ടിക്കും. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വായ്പ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദാനി, നമ്മളൊന്ന് ഓർക്കണം. അപ്പൊ അതെല്ലാം പൊതുവിൽ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊരു കൺസേൺ ആണെങ്കിൽ ബാങ്കിങ് സെക്ടറിനും പൊതുവിൽ സമ്പദ് മേഖലയ്ക്കും അതൊരു കൺസേൺ തന്നെയാണ്. അതുകൊണ്ട് വെറുതെ ലീഗൽ നടപടിയിലേക്ക് പോകും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലൊരു ഫൈനാൻഷ്യൽ റിസർച്ച് ഏജൻസി ഒരു വിശ്വാസ്യതയും ഇല്ലാതെ, ശരി എന്നാൽ അവരുടെ 20,000 കോടി രൂപയുടെ ഓഹരി മാർക്കറ്റിലേക്ക് അവർ കളക്ട് ചെയ്യാൻ പോകണം, അതങ്ങനെ അട്ടിമറിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിസർച്ച് ഓർഗനൈസേഷൻ രംഗത്ത് വരുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പൊ അവര് അത്രയും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ അക്കമിട്ട് പറയുന്നത് നമുക്ക് വായിച്ചു നോക്കിയാൽ സാമാന്യ യുക്തി കൊണ്ട് പോലും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ നിന്നും മറികടക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു കേസ് കൊടുക്കും, 2 പാരഗ്രാഫിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് കൊണ്ടൊന്നും അത്രയ്ക്ക് കാര്യങ്ങൾ പോകും എന്നില്ല. പിന്നെ പൊളിറ്റിക്കൽ മൈറ്റിന്റെ ബലത്തിലാണ് ശ്രീ ജോർജ് ജോസഫ്, ഒരു കാര്യം കൂടി നമുക്കറിയാം, ഇതൊരു വിദേശ സ്ഥാപനമാണ്, വിദേശ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഫിനാൻഷ്യൽ റിസർച്ച് സ്ഥാപനമായ ഹിഡൻബർഗ്. അതുകൊണ്ട് തന്നെ US ആസ്ഥാനമായ ഈ കമ്പനിക്കെതിരെ എന്തെങ്കിലും നടപടിക്ക് നോക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ US നിയമ സാധുതകൾ തേടുകയൊക്കെ അദാനിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇന്ത്യയിൽ എന്തായാലും ഒരു കേസിന് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇന്ത്യൻ കമ്പനിയല്ല, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അമേരിക്കയുടെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം അവര് ഇത് ചെയ്യാൻ. ഇത് ഫോൾസ് ആണ്, ഞങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇവർ മനഃപൂർവ്വം ചെയ്തതാണ്, ഞങ്ങളുടെ ബിസിനസ് സാധ്യതകൾ. ശ്രീ ജോർജ് ജോസഫ്, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ DBFS നിന്നും പ്രിൻസ് ജോർജ് ചേരുന്നു. ശ്രീ പ്രിൻസ് ജോർജ്, എന്തായാലും